അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ഇന്ന് വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ വർഷത്തെ 4ാം ക്ലാസ്സിലെ അഖ്ലാഖിൻ്റെ ചോദ്യപേപ്പറാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും കാണണം. അതുപോലെ വീഡിയോയിൽ പറയുന്ന ഭാഗങ്ങൾ നല്ലവണ്ണം പഠിച്ചെടുത്തുകൊണ്ട് തന്നെ പരീക്ഷ എഴുതണം. അള്ളാഹു എല്ലാവർക്കും പരീക്ഷയിൽ ഉന്നത വിജയം നൽകട്ടെ. അപ്പോൾ നമുക്ക് ചോദ്യപേപ്പറിലേക്ക് പോകാം. അതിന് മുൻപായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്കും ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പരീക്ഷയ്ക്ക് അവർക്ക് വലിയ ഉപകാരമാകും. അതുപോലെ മറ്റ് വിഷയങ്ങളുടെ വീഡിയോ ഞാൻ പ്ലേലിസ്റ്റിൽ വിടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഡിസ്ക്രിപ്ഷനിൽ പോയി അവിടെ നിന്ന് കാണാവുന്നതാണ്. പഴയ അർദ്ധവാർഷിക പാദവാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറൊക്കെ അതിൽ ലഭ്യമാണ്. പാദവാർഷികത്തിലെ ചോദ്യപേപ്പറിൽ പല ചോദ്യങ്ങളും കൊല്ലപരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അർദ്ധവാർഷിക പരീക്ഷയുടെ പേപ്പറും ഒന്ന് കാണുന്നത് നല്ലതാണ്. അത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിച്ചവ ചേർക്കാം. ബ്രാക്കറ്റിൽ നിന്നും യോജിച്ചത് താഴേക്ക് ചേർത്ത് കൊടുക്കാം. ബ്രാക്കറ്റിൽ ലഹരി ദ്രോഹമാണ്. ഖാറൂൻ ദുനിയാവും ആഖിറവും. ഹസദ് ഇങ്ങനെ 5 കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തത് മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ജനതയിൽ അതിസമ്പന്നൻ ഖാറൂൻ. രണ്ടാമത്തത് തൻ്റെ സഹോദരന് അള്ളാഹു നൽകിയ നിഅമത്തി നീങ്ങാൻ ആഗ്രഹിക്കലാണ് ഹസദ്. മൂന്നാമത്തത് ബുദ്ധി നശിപ്പിക്കുന്നതാണ് ലഹരി. ലഹരി ബുദ്ധിയെ നശിപ്പിക്കും. നാലാമത്തത് ക്ലാസ്സിലെ ബെഞ്ചിൽ അടുത്തുള്ളവരെ തിരക്കുന്നതും ബഹളം വച്ചു അടുത്ത ക്ലാസ്സുകാരെ ബുദ്ധിമുട്ടാക്കുന്നതും ഡാഷ് ദ്രോഹമാണ്. എഴുതി കൊടുക്കുക. അവസാനത്തത് ലഹരിക്ക് അടിമപ്പെട്ടവർ നഷ്ടപ്പെട്ടവരാണ് ഡാഷ്. ലഹരിക്ക് അടിമപ്പെട്ടവർ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടവരാണ്. അവിടെ ദുനിയാവും ആഖിറവും എന്ന വിട്ടുപോയ ഭാഗത്ത് എഴുതി കൊടുക്കുക. ഇനി അടുത്ത ആക്ടിവിറ്റി പൂർത്തിയാക്കാം. ഒന്നാമത്തത് അക്രമം നിങ്ങൾ സൂക്ഷിക്കുക. കാരണം അക്രമം അന്ത്യദിനത്തിൽ ഡാഷ്. വിട്ട ഭാഗം പൂരിപ്പിച്ചു കൊടുക്കുക. അക്രമം നിങ്ങൾ സൂക്ഷിക്കുക. കാരണം അക്രമം അന്ത്യദിനത്തിൽ ഇരുളുകളായിരിക്കും. രണ്ടാമത്തത് ധൂർത്ത് പോലെ ഒഴിവാക്കേണ്ട സ്വഭാവമാണ് ഡാഷ്. എഴുതി കൊടുക്കാം. ധൂർത്ത് പോലെ ഒഴിവാക്കേണ്ട സ്വഭാവമാണ് പിശുക്ക്. മൂന്നാമത്തത് വിരുന്നുകാർക്ക് പ്രത്യേക പരിഗണന ലഭിക്കുന്നത് ഡാഷ്. വിരുന്നുകാർക്ക് പ്രത്യേക പരിഗണന ലഭിക്കുന്നത് 3 ദിവസമാണ്. നമ്മൾ പാഠഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് പൂരിപ്പിക്കാനുള്ളത് അയൽവാസിക്ക് ഗുണം ചെയ്യൽ പരലോക വിശ്വാസത്തിൻ്റെ ഡാഷ്. പൂരിപ്പിച്ചു കൊടുക്കുക. അയൽവാസിക്ക് ഗുണം ചെയ്യൽ പരലോക വിശ്വാസത്തിൻ്റെ അടയാളമാണ്. അത് പൂരിപ്പിച്ചു കൊടുക്കുക. ഇനി ലാസ്റ്റ് അള്ളാഹുവിലും അന്ത്യദിനത്തിലും ആരെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ്റെ അയൽവാസിക്ക് അവൻ ഡാഷ്. പൂരിപ്പിക്കാം. അള്ളാഹുവിലും അന്ത്യദിനത്തിലും ആരെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ്റെ അയൽവാസിക്ക് അവൻ ഗുണം ചെയ്യട്ടെ.
അങ്ങനെ പൂരിപ്പിക്കാനുള്ളത് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി 2 വീതം എഴുതാം. 2 ഉദാഹരണങ്ങൾ ഓരോ ചോദ്യത്തിനും എഴുതി കൊടുക്കണം. ഒന്നാമത്തെ ചോദ്യം, പരസ്പരം ബന്ധം ശക്തമാകുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാലിക്കാൻ പറഞ്ഞ കടമകൾ. എഴുതി കൊടുക്കാം. ഞാൻ മുഴുവനായും പറയുന്നുണ്ട്, അതിൽ നിന്ന് 2 എണ്ണം എഴുതി കൊടുത്താൽ മതി. ഒന്നാമത്തത് കാണുമ്പോൾ സലാം പറയൽ. 2 ക്ഷണം സ്വീകരിക്കൽ. 3 സതുപദേശം തേടിയാൽ നന്മ ഉപദേശിക്കൽ. 4 തുമ്മി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അവനോട് യർഹമുക്കല്ലാഹു എന്ന് പറയൽ. 5 രോഗിയായാൽ ചെന്നു കാണൽ. 6 ജനാസയെ അനുഗമിക്കൽ. ഈ 6 കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബന്ധം ശക്തമാകാൻ വേണ്ടി പാലിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ. ഇതിൽ നിന്ന് 2 എണ്ണം എഴുതാം. ഇനി അടുത്ത ചോദ്യം, കുടുംബ ബന്ധം പുലർത്തുന്നവർക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ. ഉത്തരം, ഭക്ഷണത്തിൽ വിശാലത, ദീർഘായുസ്സ്, സ്നേഹം വർദ്ധിക്കൽ, ധനം വർദ്ധിക്കൽ. ഇവയെല്ലാം കുടുംബ ബന്ധം പുലർത്തുന്നവർക്ക് ലഭിക്കുന്ന നേട്ടങ്ങളാണ്. അപ്പോൾ ഇതിൽ നിന്ന് 2 എണ്ണം എഴുതുക. ഇനി അടുത്തത്, മിതത്വം പാലിക്കേണ്ടവ. നമ്മൾ പാഠഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങളിൽ മിതത്വം പാലിക്കണം. അവയിൽ നിന്നും 2 എണ്ണം എഴുതാനാണ്. ഉത്തരം, ഭക്ഷണം, വസ്ത്രം, കരണ്ട്, വീട്ടുപകരണങ്ങൾ എല്ലാറ്റിലും മിതത്വം പാലിക്കണം. ഇതിൽ നിന്നും 2 എണ്ണം എടുത്ത് എഴുതുക. ഇനി അടുത്തത് 5ാമത്തെ ചോദ്യമാണ്, വിനാശകരമായ 7 വൻപാപങ്ങൾ. 13ാമത്തെ പാഠത്തിൽ നമ്മൾ 7 വൻദോഷത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും 2 എണ്ണം എഴുതാനാണ്. 1 അള്ളാഹുവിനോട് പങ്ക് ചേർക്കുക. 2 സിഹർ അഥവാ മാരണപ്പണി ചെയ്യുക. 3 അള്ളാഹു കൊല്ലൽ ഹറാമാക്കിയ ശരീരത്തെ ഹക്ക് കൂടാതെ കൊല്ലുക. 4 പലിശ തിന്നുക. 5 അനാഥകളുടെ ധനം ഭക്ഷിക്കുക. 6 ഘോരസമരത്തിൽ നിന്ന് പിന്നോട്ടോടുക. 7 സജ്ജനങ്ങളായ സത്യവിശ്വാസിനികളെ വ്യഭിചാരാരോപണം നടത്തുക. ഇത്രയാണ് വിനാശകരമായ 7 വൻദോഷങ്ങൾ. ഇതിൽ നിന്നും 2 എണ്ണം എഴുതുക. ഇനി 6ാമത്തത്, അഹങ്കാരത്തിൻ്റെ ലക്ഷണങ്ങൾ. ഉത്തരം, വലിയവനാണെന്ന് നടിച്ചു ഗമയിൽ നടക്കുക, മറ്റുള്ളവരെ നിസ്സാരമായി കാണുക, ജനങ്ങളിൽ നിന്ന് മുഖം തിരിച്ചു കളയുക, പൊങ്ങച്ചം പറയുക. ഇവയാണ് അഹങ്കാരത്തിൻ്റെ ലക്ഷണങ്ങൾ. ഇനി 4ാമത്തെ ആക്ടിവിറ്റി, എപ്പോൾ ചൊല്ലണമെന്ന് എഴുതാം. ഒന്നാമത്തെ കൊടുത്തിട്ടുള്ളത് ജസാക്കല്ലാഹു ഖൈറൻ. ഇത് എപ്പോഴാണ് ചൊല്ലേണ്ടത്? ഉത്തരം, ഒരാൾ ഒരു അറിവ് പഠിപ്പിച്ചു തന്നാൽ അതിന് നന്ദിയായിട്ടാണ് ജസാക്കല്ലാഹു ഖൈറൻ എന്ന് പറയേണ്ടത്. 2ാമത്തത്, അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ഉത്തരം, ആളില്ലാത്ത വീട്ടിൽ കയറുമ്പോൾ ചൊല്ലേണ്ടതാണ് അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. 3ാമത്തത്, ലാ ബഅസ തഹൂറൻ ഇൻഷാ അല്ലാഹ്. ഉത്തരം, രോഗിയെ സന്ദർശിക്കുമ്പോൾ ലാ ബഅസ തഹൂറൻ ഇൻഷാ അല്ലാഹ് എന്നത് ഒരു ആശ്വാസവാക്കാണ്. 4ാമത്തത്, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ. ഇത് മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ദുആയാണ്. ഇനി അടുത്ത ആക്ടിവിറ്റി, അർത്ഥം എഴുതാം. ഒന്നാമത്തത്, വക്കുലു വഷ്റബു വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. അർത്ഥം, നിങ്ങൾ തിന്നുക, കുടിക്കുക, നിങ്ങൾ അമിതമാക്കരുത്, നിശ്ചയം അള്ളാഹു അമിതമാക്കുന്നവരെ ഇഷ്ടപ്പെടുകയില്ല. ഇനി അടുത്ത ആക്ടിവിറ്റി,
ഉത്തരം എഴുതുക. ഒന്നാമത്തെ ചോദ്യം, ധൂർത്ത് എന്നാൽ എന്ത്? ഉത്തരം, അനാവശ്യമായി ധനം ചിലവഴിക്കലാണ് ധൂർത്ത്. രണ്ടാമത്തെ ചോദ്യം, ജീവിക്കുന്ന മൃതദേഹങ്ങളാണവർ ആര്? ഉത്തരം, നന്മ ഉപദേശിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യാത്തവർ ജീവനുള്ള മൃതദേഹങ്ങളാണ്. മൂന്നാമത്തെ ചോദ്യം, മദ്യപാനിയുടെ ഇഹലോക ശിക്ഷ എന്ത്? മദ്യപാനിക്കുള്ള ഇഹലോക ശിക്ഷ 40 അടിയാണ്. അപ്പോൾ നമ്മൾ ചോദ്യപേപ്പർ മുഴുവനായിട്ടും ചോദ്യോത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് കാണാതെ പഠിക്കണം. അതുപോലെ എല്ലാ കുട്ടികളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അള്ളാഹു എല്ലാവർക്കും കൊല്ലപരീക്ഷയിൽ ഉന്നത വിജയം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.